നമസ്കാരം. അഹന്തയുടെ നെറുകയിൽ സർപ്പദംശമായി പതിച്ച ദൈവകോപത്തിന്റെ ഓർമ്മകൾ ഉണർത്തി തുറക്കാത്ത വാതിൽ. 108 ഊരാൺമ കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു പണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രം. വടക്കൻകൂർ രാജാക്കന്മാരും വൈക്കം ക്ഷേത്രത്തിലെ ഊരാഴ്മക്കാരും തമ്മിൽ ക്ഷേത്രാധികാരത്തെ ചൊല്ലി ദീർഘകാലം തർക്കത്തിലായിരുന്നു. രണ്ടു പക്ഷക്കാരും തമ്മിലുള്ള അവകാശ തർക്കങ്ങളും വഴക്കുകളും അനുദിനം വർദ്ധിച്ചു വന്നു. ഈ സമയത്ത് വടക്കൻകൂർ രാജാവ് വൈക്കം ക്ഷേത്രത്തിൽ പെരുന്തമൃത് പൂജ എന്നൊരു സവിശേഷ വഴിപാട് കഴിക്കാൻ ഒരുങ്ങി. ഏതു വിധേനയും രാജാവിന്റെ പെരുന്തമൃത് പൂജ മുടക്കാൻ ഞള്ളലി നമ്പൂതിരിയെ സർവസമ്മതനായി ഊരാൺമക്കാർ അധികാരപ്പെടുത്തി. വഴിപാട് ദിവസം രാജാവ്, കുടുംബാംഗങ്ങൾ, ഭക്തജനങ്ങൾ, ബ്രാഹ്മണർ, ക്ഷേത്രജീവനക്കാർ, മേളക്കാർ എന്നിവരെല്ലാം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഊരാൺമക്കാർ മാത്രം വന്നില്ല. എല്ലാ വിഭവങ്ങളും ഭഗവാന് നേദിക്കാനായി പാത്രങ്ങളിൽ പകർന്ന് പുറത്ത് നടക്കൽ കൊണ്ടുവന്ന് വച്ചു. ഈ സമയത്ത് വായിൽ നിറയെ വെറ്റില മുറുക്കി ചവച്ചുകൊണ്ട് ഞള്ളലി നമ്പൂതിരി പടിഞ്ഞാറ നടയിലൂടെ കടന്ന് സോപാനത്തിങ്കലെത്തി നിവേദ്യത്തിൽ മുറുക്കി തുപ്പി അശുദ്ധമാക്കി പൂജാഭംഗം വരുത്തി. തിരിച്ച് പടിഞ്ഞാറെ ചുറ്റമ്പലത്തിലുള്ള വാതിലിൽ കൂടി തന്നെ ഇറങ്ങിപ്പോകവേ ഉഗ്ര വിഷമുള്ള ഒരു സർപ്പം അദ്ദേഹത്തെ ദംശിക്കുകയും വേച്ച് ഒരുവിധം പടിഞ്ഞാറെ ഗോപുരം കടന്ന അദ്ദേഹം അവിടെ വീണ് തൽക്ഷണം മരണമടയുകയും ചെയ്തു. ഉടൻ തന്നെ പടിഞ്ഞാറെ ചുറ്റമ്പലത്തിന്റെ വാതിൽ താനെ അടയുകയും ഇനി മേലാൽ ഈ നട തുറക്കരുത് എന്ന് ശ്രീകോവിലിൽ നിന്നും അശരീരി കേട്ടു. അന്നടഞ്ഞ ആ വാതിൽ ഇന്നും തുറക്കപ്പെടാതെ തന്നെ കിടക്കുന്നു. പിന്നീട് പടിഞ്ഞാറെ ചുറ്റമ്പലത്തിലുള്ള വാതിൽ എടുത്തുകളഞ്ഞ് ചുമർ കെട്ടി അവിടെ അടച്ചുവെങ്കിലും പടിഞ്ഞാറ് ഭാഗത്ത് മതിൽക്കകത്തോട് ചേർന്ന് വിളക്കുമാടത്തറയിലുള്ള രണ്ടാമത്തെ വാതിൽ ഇന്നും ഒരു സ്മാരകം പോലെ തുറക്കാത്ത വാതിലായി നിലകൊള്ളുന്നു.